പൂച്ചകളിലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ് വിഷയം. നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതാണ് പലപ്പോഴും. പൂച്ചകൾക്ക് ഒരു ദിവസം 60 ml/kg/day വെള്ളം കുടിക്കാൻ കിട്ടണം. അത് കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂറിനറി ട്രാക്ട് എപ്പോഴും ഫ്ലഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി വെള്ളം നിർബാധം അതിന് കിട്ടിക്കൊണ്ടിരിക്കണം. 60 ml/kg/day അതിന് കിട്ടണം. ആ ഡ്രൈ ഫുഡ് കൊടുത്ത് ഡ്രൈ ഫുഡിൻ്റെ അകത്ത് 5 മുതൽ 10% വരെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡ്രൈ ഫുഡ് മാത്രം കൊടുത്ത് വളർത്തുന്ന പൂച്ചകൾക്ക് അത്രയും വെള്ളം കിട്ടുന്നില്ല. അപ്പം ഇഷ്ടംപോലെ കുടിക്കുവാനുള്ള വെള്ളം പ്രത്യേകം കൊടുക്കണം. അത് നക്കിയാണ് വെള്ളം കുടിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നക്കി വെള്ളം കുടിക്കുന്ന എല്ലാ ജന്തുക്കളും കാർണിവോർസ് ആയിരിക്കും. വലിച്ചു കുടിക്കുന്ന എല്ലാ ജന്തുക്കളും ഹെർബിവോർസോ ഓംനിവോർസോ ആയിരിക്കും. ആ പൂച്ച നക്കിയാണ് വെള്ളം കുടിക്കുന്നത്. ആ നക്കി വെള്ളം കുടിക്കുന്ന ആ രീതിയിൽ ഇഷ്ടംപോലെ വെള്ളം അതിന് കുടിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ ആഹാരത്തിൽ കൂടെ ഇഷ്ടംപോലെ വെള്ളം കിട്ടേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ സക്കുലൻ്റ് ഫുഡ്, അതായത് മോയ്സ്ചർ കൂടുതലുള്ള ഫുഡ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം ആവശ്യത്തിന് ശരീരത്തിന് കിട്ടാതെ പോവുകയും അതിന് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയും കിഡ്നി ഡിസ്ഫങ്ഷൻസ് വരികയും യൂറിനറി ഇൻഫെക്ഷൻസ് സർവ്വസാധാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇഷ്ടം പോലെ വെള്ളം കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും സക്കുലൻ്റ് ഫുഡ് അഥവാ മോയ്സ്റ്റ് ഫുഡ് അഥവാ ഗ്രേവി കണ്ടെയ്നിങ് ഫുഡ് ഇഷ്ടം പോലെ കൊടുക്കണം. ഡ്രൈ ഫുഡിൽ മാത്രമായിട്ട് പൂച്ചകളെ വളർത്തരുത്.